നമസ്കാരം. STV ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ നോക്കാം. തൊഴിലാളി വർഗത്തെ ഉന്മൂലനം ചെയ്യാനുള്ള സിദ്ധാന്തമാണ് കേന്ദ്ര സർക്കാരിന്റെ ലേബർ കോഡെന്ന് CITU സംസ്ഥാന വൈസ് പ്രസിഡന്റ് AK ബാലൻ. കേന്ദ്ര സർക്കാരിന്റെ ഭീഷണിക്ക് വഴങ്ങാൻ കേരളത്തിന് മനസ്സിലെന്നും AK ബാലൻ. ലേബർ കോഡിനെതിരെ ഫെബ്രുവരി 12 നടത്തുന്ന ദേശീയ പണിമുടക്കിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച പാലക്കാട് CITU നേതൃത്വത്തിൽ ഹെഡ് പോസ്റ്റ് ഓഫീസ് ഉപരോധം. ഷൊർണൂർ കണയത്തെ ക്വാറി പ്രവർത്തനം ജനങ്ങളുടെ ജീവനും സ്വത്തിനും ഭീഷണിയെന്ന് പരാതി. ക്വാറിയിലെ തുടർ സ്ഫോടനം മൂലം വീടുകൾക്ക് വിള്ളൽ. പ്രക്ഷോഭപാതയിൽ പ്രദേശനിവാസികൾ. പാലക്കാട് DCC പ്രസിഡന്റ് A തങ്കപ്പനെതിരെ അധിക്ഷേപ പോസ്റ്റർ പതിച്ച സംഭവത്തിൽ 2 യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ അറസ്റ്റിലായത് കണ്ണാടി സ്വദേശികൾ. DCC പ്രസിഡന്റിനെതിരെ പോസ്റ്ററിൽ ഉന്നയിച്ച ആക്ഷേപങ്ങളിൽ ഉറച്ചുനിന്ന് അറസ്റ്റിലായ സുജിത്തും വിഷ്ണുവും. വാർത്തകളുടെ വിശദാംശങ്ങളിലേക്ക്. തൊഴിലാളി വർഗത്തെ ഉന്മൂലനം ചെയ്യാനുള്ള സിദ്ധാന്തമാണ് കേന്ദ്ര സർക്കാരിന്റെ ലേബർ കോഡെന്ന് CITU സംസ്ഥാന വൈസ് പ്രസിഡന്റ് AK ബാലൻ. ലേബർ കോഡിനെതിരെ ഫെബ്രുവരി 12 നടത്തുന്ന അഖിലേന്ത്യാ പണിമുടക്കിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് CITU നടത്തിയ പാലക്കാട് ഹെഡ് പോസ്റ്റ് ഓഫീസ് ഉപരോധം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു AK ബാലൻ. സംസ്ഥാന വൈസ് പ്രസിഡന്റ് സഖാവ് AK ബാലൻ ഉദ്ഘാടനം നിർവഹിക്കുന്നു. പ്രമുഖരായ നേതാക്കന്മാർ ഉപരോധ സമരത്തിൽ പങ്കെടുക്കുന്നു. പ്രിയമുള്ളവരെ, ജനവിരുദ്ധ തൊഴിലാളി വിരുദ്ധ നയങ്ങൾ നടപ്പിലാക്കിയാൽ മാത്രം സംസ്ഥാനങ്ങൾക്കുള്ള കേന്ദ്രവിഹിതം ലഭിക്കുന്ന സ്ഥിതിയാണിന്നെന്ന് AK ബാലൻ ചൂണ്ടിക്കാട്ടി. കേന്ദ്ര സർക്കാരിന്റെ ഭീഷണിക്ക് വഴങ്ങാൻ കേരളത്തിന് മനസ്സില്ലെന്നും AK ബാലൻ പറഞ്ഞു. മറ്റൊന്ന് ഓക്കുപ്പേഷണൽ ജോലി ചെയ്യുന്ന സ്ഥലത്തെ സുരക്ഷിതത്വവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള നിയമമാണ്. ആ 2 നിയമത്തോടും ഇപ്പോഴും BMSന് യോജിപ്പില്ല. പക്ഷേ ഈ സമരത്തിലില്ല. അതാണ് ഇന്ത്യ രാജ്യത്തിലെ തൊഴിലാളികളോട് BMS കാട്ടുന്ന അനീതി. ഏതെങ്കിലും ഒരു കക്ഷി രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായി നടക്കുന്ന പ്രക്ഷോഭമല്ല. ഇതിലെന്തെങ്കിലും ഒരു രാഷ്ട്രീയമായ പ്രത്യേക ഉദ്ദേശവുമില്ല. CITU ജില്ലാ പ്രസിഡന്റ് PM മോഹനൻ അധ്യക്ഷത വഹിച്ചു. CPM സംസ്ഥാന കമ്മിറ്റി അംഗം NN കൃഷ്ണദാസ്, CITU ജില്ലാ സെക്രട്ടറി M ഹംസ, CITU ഭാരവാഹികളായ TK നൌഷാദ്, V സരള, TK അച്യുതൻ, SB രാജു എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. കണയത്തെ ക്വാറി പ്രവർത്തനം ജനങ്ങളെ ജീവനും സ്വത്തിനും ഭീഷണിയെന്ന് പരാതി. ക്വാറിയിലെ ഉഗ്രസ്ഫോടനം മൂലം പ്രദേശത്തെ നിരവധി വീടുകൾക്ക് കേടുപാട് സംഭവിച്ചതായി നാട്ടുകാർ ആരോപിക്കുന്നു. ക്വാറിക്കെതിരെ പ്രക്ഷോഭപാതയിലാണ് പ്രദേശവാസികൾ. ക്വാറി പ്രവർത്തനത്തിനെതിരെ കണയത്ത് ജനകീയ സമിതിയുടെ നേതൃത്വത്തിൽ വലിയ രീതിയിലുള്ള പ്രതിരോധ കൂട്ടായ്മ രൂപപ്പെട്ടു വരികയാണ്. ശക്തമായ പ്രക്ഷോഭവുമായി മുന്നോട്ടു പോകാനാണ് കൂട്ടായ്മയുടെ തീരുമാനം. ക്വാറിയിലെ ഉഗ്രസ്ഫോടനങ്ങൾ മൂലം പ്രദേശത്തെ വീടുകളുടെ ചുമരുകൾ വീഴുന്നതും മേൽക്കൂരയ്ക്ക് കേടുപാടുകൾ സംഭവിക്കുന്നതുമെല്ലാം പതിവായിരിക്കുകയാണ്. ജീവനും സ്വത്തിനും ഭീഷണിയായ സാഹചര്യത്തിലാണ് ക്വാറിക്കെതിരെ നാട്ടുകാർ രംഗത്ത് വന്നത്. കഴിഞ്ഞ ദിവസം പ്രദേശത്ത് ജനകീയ കൂട്ടായ്മ രൂപീകരിച്ചിരുന്നു. നഗരസഭാ ചെയർപേഴ്സൺ നിർമ്മലയുടെ സാന്നിധ്യത്തിൽ ചേർന്ന കൂട്ടായ്മയിൽ മേഖലയിലെ വാർഡ് കൗൺസിലർമാരും ജനകീയ സമിതി ഭാരവാഹികളും പങ്കെടുത്തു. ക്വാറിക്കെതിരെ പ്രക്ഷോഭം സംഘടിപ്പിക്കാനും നിയമപരമായി നീങ്ങാനുമാണ് നാട്ടുകാരുടെ തീരുമാനം. ഞങ്ങളുടെ ഇവിടെ ഒരു കോറി വന്ന് അത് ജീവിക്കാൻ പറ്റാത്ത വിധത്തിലുള്ള ഒരു അവസ്ഥയിലാണ് ഞങ്ങളെല്ലാവരും. ചുറ്റുവട്ടത്തുള്ള വീടുകൾക്കെല്ലാം സ്ക്രാച്ചും ഭീഷണിയായി മാറിയിരിക്കുകയാണ് കോറി. അതുകൊണ്ട് യാതൊരു കാരണവശാലും ഈ കോറി കൂടുതൽ പ്രവർത്തിക്കാതെ എത്രയും പെട്ടെന്ന് നിർത്തി പോകണം. അതിന് ഞങ്ങളൊരു ജനകീയ കമ്മിറ്റി രൂപീകരിച്ചിട്ടുണ്ട്. അതിൻ്റെ നേതൃത്വത്തിൽ പ്രക്ഷോഭപരമായ നിയമപരമായി മുന്നോട്ട് നീങ്ങാനാണ് ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത്. അതിന് അധികാരികളുടെ ഭാഗത്തുനിന്ന് എല്ലാവിധ സഹായങ്ങളും ഞങ്ങൾക്ക് ഉണ്ടാവണമെന്ന് അഭ്യർത്ഥിക്കുന്നു. യോഗത്തിൽ നഗരസഭയുടെ ഭാഗത്തു നിന്ന് എല്ലാവിധ സഹകരണങ്ങളും ചെയർപേഴ്സൺ വാഗ്ദാനം ചെയ്തിരുന്നു. ക്വാറി വിരുദ്ധ സമരസമിതിയും രൂപീകരിച്ചിട്ടുണ്ട്. ജനജീവിതം അസ്വസ്ഥമാക്കുന്ന ക്വാറി പ്രവർത്തനം അവസാനിപ്പിക്കാൻ ഏതറ്റം വരെയും പോകുമെന്ന് നാട്ടുകാർ വ്യക്തമാക്കി. ക്വാറിയുടെ ഏറ്റവും അടുത്തുള്ള ആളാണ്. ഞങ്ങൾക്ക് പൊട്ടിയത് ഞാൻ മുഴുക്കുന്ന പറഞ്ഞില്ല, 10-70 വർഷം മുമ്പുള്ള വീടാണ്. പക്ഷേ അത് ഏത് നേരത്താണ് ഇരിക്കുക എന്ന് പറയാൻ പറ്റില്ല. അവരുടെ പൊട്ടിക്കലും അങ്ങനെയാണ്. ഞങ്ങൾക്ക് അതുകൊണ്ടൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് ഇരിക്കുന്നുണ്ട്. അതുകൊണ്ട് കോറി ഇവിടുന്ന് എത്രയും വേഗം എടുത്തു പോകാനുള്ള എല്ലാ ഒരുക്കങ്ങളും എല്ലാ സഹായങ്ങളും നാട്ടുകാർ ചെയ്തു തരണം. ഈ 11 വർഷമായി ഞങ്ങളിവിടെ സ്ഥിരമായിട്ട് താമസിച്ച് വരുന്നുണ്ട്. ഈ
ഇപ്പോൾ ഈ കോറിയുടെ ശല്യം കാരണം കൊണ്ട് ഞങ്ങളുടെ വീട് കംപ്ലീറ്റ് പൊട്ടിയ നിലയിലാണ്. അപ്പോൾ ഇനി താമസിക്കാൻ പറ്റുമോ എന്നുള്ള പേടിയിലാണ് ഞങ്ങൾ ജീവിക്കുന്നത്. ഓരോ രാത്രിയും കഴിഞ്ഞു പോണത്. ഞാനും 2 പെൺകുട്ടികളാണ് ഇവിടെ ജീവിക്കുന്നത്. ഹസ്ബൻഡ് പുറത്താണ്. അപ്പോൾ ഞങ്ങൾ ഭീതിയോട് കൂടിയിട്ടാണ് ഇപ്പോൾ ഇവിടെ ജീവിച്ചു വരുന്നത്. അപ്പോൾ ഈ കോറി എന്തായാലും ഇവിടെ നിന്ന് എടുത്തു പോകണം. ഞങ്ങളുടെ വീട് നഷ്ടപ്പെട്ട രീതിയിലാണ്. അതിന് അധികൃതർ കണ്ണ് തുറക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ന്യൂസ് സെന്റർ, ഷൊർണൂർ. പത്രിപ്പാലയിൽ പൊതു ശൗചാലയം നിർമ്മിക്കണമെന്ന കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി പത്രിപ്പാല യൂണിറ്റ് സമ്മേളനം ആവശ്യപ്പെട്ടു. യൂണിറ്റ് സമ്മേളനം സംഘടന ജില്ലാ ജനറൽ സെക്രട്ടറി കെ എ ഹമീദ് ഉദ്ഘാടനം ചെയ്തു. ഒരു കച്ചവടക്കാരൻ രാവിലെ മുതൽ വൈകുന്നേരം വരെ കച്ചവടം ചെയ്താൽ അവന്റെ അധ്വാനത്തിന്റെ ലാഭവിഹിതം, വിറ്റുവരവല്ല ഞാൻ ഉദ്ദേശിക്കുന്ന ലാഭവിഹിതമായി 1000 രൂപ പോക്കറ്റിൽ പോകുന്ന, തിരിച്ച് വീട്ടിലേക്ക് പോകുന്ന വ്യാപാരികൾ എന്റെ അഭിപ്രായത്തിൽ ഒരു 30% താഴെ ഉണ്ടാവും. എല്ലാ അങ്ങാടിയിലും സ്ഥിതി അതാണ്. സ്വന്തമായി ബിൽഡിങ്ങിൽ കച്ചവടം ചെയ്യുന്ന, വാടക കൊടുക്കേണ്ടാത്ത കച്ചവടക്കാരനാണ് ഇന്ന് 1000 രൂപയെങ്കിലും അവന്റെ മിച്ചമായി, അവന്റെ അധ്വാനത്തിന്റെ ഫലമായി പോക്കറ്റിട്ട് പോകുന്നതാണ്. അത്തരത്തിലുള്ള ആളുകളെ ചേർത്ത് പിടിക്കാൻ, സഹായിക്കാൻ 2 പദ്ധതികളാണ് ഇത് പാലക്കാട് ജില്ലയിൽ നമ്മൾ നടപ്പിലാക്കിയത്. മണ്ണൂർ, മങ്കര, ലക്കിടിപ്പേരൂർ 3 പഞ്ചായത്തുകളുടെ പ്രസിഡന്റുമാരും വാർഡംഗങ്ങളും ഇരിക്കുന്ന വേദിയിലാണ് ഈ പൊതു ആവശ്യം വ്യാപാരികൾ ഉന്നയിച്ചത്. പൊതു ശൗചാലയമില്ലാതെ ജനങ്ങളേറെ പ്രയാസപ്പെടുന്നുണ്ടെന്നും ഇല്ലാത്തത് പത്തിരിപ്പാലയ്ക്ക് ഒരു ശാപമാണെന്നും ലക്കിടിപ്പേരൂർ പഞ്ചായത്ത് അംഗം UV രവി പറഞ്ഞു. എന്നാൽ ഇക്കാര്യത്തിൽ സ്ഥലം ലഭ്യമായാൽ ഫണ്ട് നൽകേണ്ട കാര്യം മങ്കര പഞ്ചായത്ത് ഏറ്റെടുക്കുമെന്ന് മങ്കര ഗ്രാമപഞ്ചായത്ത് അംഗം KV രാധാകൃഷ്ണൻ പറഞ്ഞു. മുൻ ഗ്രാമപഞ്ചായത്ത് അംഗമായിരുന്ന കാലങ്ങളിൽ ഇക്കാര്യത്തിന് ഏറെ ശ്രമിച്ചെങ്കിലും സ്ഥലം ലഭ്യമല്ലാത്തതിനാൽ നടപ്പിലായില്ലെന്നും ഒത്തുപിടിച്ചു ചേർന്ന് ഇത്തവണ പരിശ്രമിക്കാമെന്നും മണ്ണൂർ ഗ്രാമപഞ്ചായത്ത് അംഗം നസീമ റിയാസും വ്യക്തമാക്കി. പത്തിരിപ്പാലയിൽ നടന്ന വ്യാപാരി വ്യവസായി ഏകോപന സമിതി യോഗത്തിൽ KA ഷറഫുദ്ദീൻ അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ ജനപ്രതിനിധികളെ ആദരിച്ചു. മണ്ണൂർ പഞ്ചായത്ത് പ്രസിഡന്റ് TR ശശി, മങ്കര പഞ്ചായത്ത് പ്രസിഡന്റ് KA വിനീത, ലക്കിടിപ്പേരൂർ പഞ്ചായത്ത് പ്രസിഡന്റ് PK ചിത്ര ടീച്ചർ, പഞ്ചായത്ത് അംഗങ്ങളായ UV രവി, KV രാധാകൃഷ്ണൻ, നസീമ റിയാസ് എന്നിവരെ പൊന്നാടയിട്ട് ആദരിച്ചു. സൈനുദ്ദീൻ പത്തിരിപ്പാല, KA ഹമീദ്, നിയോജകമണ്ഡലം പ്രസിഡന്റ് മരക്കാർ മുരുക്കുംപറ്റ, യൂണിറ്റ് ജനറൽ സെക്രട്ടറി K മണികണ്ഠൻ, M ഷമീർ, TA സൈനുദ്ദീൻ, പഞ്ചായത്ത് പ്രസിഡന്റുമാരായ TR ശശി, PK ചിത്ര ടീച്ചർ, KA വിനീത, പഞ്ചായത്ത് അംഗങ്ങളായ UV രവി, KV രാധാകൃഷ്ണൻ, നസീമ റിയാസ് എന്നിവർ സംസാരിച്ചു. നിയോജകമണ്ഡലം ജനറൽ സെക്രട്ടറി ഗിരീഷ് പലാരി സ്വാഗതവും P കമറുദ്ദീൻ പത്തിരിപ്പാല നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. പാലക്കാട് DCC പ്രസിഡന്റ് A തങ്കപ്പനെതിരെ അധിക്ഷേപ പോസ്റ്റർ ഒട്ടിച്ച കേസിൽ 2 യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ അറസ്റ്റിൽ. യൂത്ത് കോൺഗ്രസ് കണ്ണാടി മണ്ഡലം വൈസ് പ്രസിഡന്റ് K സുജിത്ത്, പ്രവർത്തകൻ C വിഷ്ണു എന്നിവരെയാണ് സൗത്ത് പോലീസ് അറസ്റ്റ് ചെയ്തത്. ഇക്കഴിഞ്ഞ 8-നാണ് DCC ഓഫീസ് പരിസരത്ത് A തങ്കപ്പനെതിരെ അധിക്ഷേപ പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടത്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തങ്കപ്പൻ മത്സരിച്ചാൽ ഭാര്യ പോലും വോട്ട് ചെയ്യില്ല എന്നതുൾപ്പെടെയുള്ള പരാമർശങ്ങളായിരുന്നു പോസ്റ്ററിലെ ഉള്ളടക്കം. തങ്കപ്പന്റെ പരാതിയെ തുടർന്ന് CCTV പരിശോധനയുൾപ്പെടെ നടത്തി പിടികൂടിയ പ്രതികളെ ജാമ്യത്തിൽ വിട്ടു. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ DCC പ്രസിഡന്റ് തങ്കപ്പൻ വഞ്ചിച്ചെന്നും തങ്കപ്പന്റെ സ്വന്തം വാർഡിൽ പോലും CPM സ്ഥാനാർത്ഥി 450 വോട്ടുകൾക്ക് വിജയിച്ചത് തങ്കപ്പനും CPM-ഉം തമ്മിലുള്ള ഡീലിന്റെ ഭാഗമാണെന്നും പ്രതികൾ ആരോപിക്കുന്നു. തങ്കപ്പൻ പാലക്കാട് മത്സരിച്ചാൽ പ്രവർത്തനത്തിൽ നിന്ന് വിട്ടുനിൽക്കും. പാലക്കാട് ഏതു മണ്ഡലത്തിൽ മത്സരിച്ചാലും A തങ്കപ്പനെതിരെ പ്രവർത്തിക്കുമെന്നും DCC അധ്യക്ഷനെതിരെ കോൺഗ്രസ് നേതൃത്വത്തിന് പരാതി നൽകുമെന്നും സുജിത്തും വിഷ്ണുവും പറഞ്ഞു. ഒരു സ്വന്തം വാർഡില് 450 വോട്ടിന് തോറ്റ ആളെ സിറ്റിംഗ് വാർഡ് തോറ്റ ആളല്ല, ആള് 430 വോട്ടിന് തോറ്റ മനുഷ്യനാണ്. ആളെ സ്വന്തം പഞ്ചായത്ത് 10 വർഷമായിട്ട് കോൺഗ്രസ് ഭരിച്ചാണ്. അതെ അതെ, എല്ലാം നമ്മളല്ല, നമ്മൾ കണ്ണാടിയില് 8 വർഷം. അതെ, അതന്നെ പറയുന്നത്. നമ്മുടെ ചെയ്ത് നമ്മളെ ആള് നിയോജക മണ്ഡലത്തിൽ മത്സരിക്കുന്നു പറഞ്ഞിട്ട് അയാളെ നിന്നാ പൊട്ടുന്ന് എല്ലാം ഇവിടുത്തെ ചെറിയ കുട്ടികൾക്ക് വരെ അറിയും. അതിന്റെ പ്രതിഷേധം നമ്മൾ അറിയിച്ചു, അത്രേ ഉള്ളൂ. അതിനാണ് നമ്മൾ. അതെ അതെ, ആരും പറഞ്ഞു വെച്ചത് നമ്മളല്ല. ഈ സ്റ്റേറ്റ്മെന്റ് നമ്മള് ഒരു അറിയിപ്പിന് വേണ്ടി ചെയ്തതാണ്. ഓപ്പൺ സ്റ്റേറ്റ്മെന്റ് ആണ് ഇപ്പൊ തരുന്നത്. 100% ആള് എവിടെ നിന്നാലും പാലക്കാട് ജില്ലയിൽ അവിടെ തോൽക്കും. പാർട്ടിന്റെ ആള് അറിയിക്കുന്നുണ്ടോ? എല്ലാം അറിയിക്കുന്നുണ്ട്. എല്ലാം അറിയിച്ചതിന് ശേഷമാണ്. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. പത്തിരിപ്പാലയിൽ ഓട്ടോമാറ്റിക് സിഗ്നൽ സംവിധാനത്തിന് തുടക്കമായി. ഇതോടെ 10 കാലത്തെ ജനങ്ങളുടെ ചിരകാല സ്വപ്നമാണ് പൂവണിഞ്ഞത്. 10 വർഷത്തിനിടെ പത്തിരിപ്പാല ടൗൺ പുരോഗമിച്ചതോടെ ഗതാഗതം ഇരട്ടിയായി മാറി. സ്കൂൾ വിടുമ്പോഴുണ്ടാകുന്ന തിക്കും തിരക്കും പത്തിരിപ്പാല ടൗണിൽ ഗതാഗതക്കുരുക്ക് ഉണ്ടാക്കാറുണ്ട്. വാഹനങ്ങളുടെ അമിത വേഗതയും വാഹനാപകടങ്ങൾക്ക് കാരണമാകാറുണ്ട്.
വാഹനങ്ങളുടെ മത്സര ഓട്ടത്തിനും അമിത വേഗതയ്ക്കും ഇതോടെ പരിഹാരമാകും. കാലങ്ങളായി പത്തിരിപ്പാല ഓട്ടോമാറ്റിക് സിഗ്നൽ സംവിധാനം വേണമെന്ന് നിരന്തര ആവശ്യങ്ങളും പരാതികളും അധികാരികൾക്ക് മുന്നിലെത്തിയതോടെയാണ് സിഗ്നൽ സ്ഥാപിക്കാൻ പച്ചക്കൊടി ലഭിച്ചത്. സംസ്ഥാന പാതയിൽ ടൗണിൽ രണ്ടിടത്തും കോങ്ങാട് റോഡിലുമാണ് സിഗ്നൽ ലൈറ്റുകൾ സ്ഥാപിച്ചിട്ടുള്ളത്. കഴിഞ്ഞ ദിവസം ഇതിന്റെ ട്രയലും സ്വകാര്യ കമ്പനി നടത്തിയിരുന്നു. ഒരു സ്വകാര്യ കമ്പനിക്കാണ് എല്ലാവിധ ചുമതലകളും. മുൻ വണ്ടൂർ പഞ്ചായത്ത് ഭരണസമിതിയും സിഗ്നൽ സംവിധാനം വേണമെന്ന ആവശ്യം ഉന്നയിച്ച് ബന്ധപ്പെട്ടവർക്ക് നിവേദനം നൽകിയിരുന്നു. ഒരാഴ്ചക്കകം അഡ്വക്കേറ്റ് ശാന്തകുമാരി MLA ഉദ്ഘാടനം ചെയ്യുമെന്ന് മണ്ണൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് TR ശശി പറഞ്ഞു. അപകടങ്ങൾ സംഭവിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് അവിടെ ഒരു സിഗ്നൽ സ്ഥാപിക്കണമെന്നുള്ള ഒരു തീരുമാനം ഉണ്ടായിരുന്നു. നോക്കുമ്പോൾ ആ തീരുമാനം നടപ്പിലാക്കുന്നതിന് വേണ്ടി പഞ്ചായത്ത് ഭരണസമിതി ഒരു സ്വകാര്യ വ്യക്തിയെ ഇതിൻ്റെ പൂർണ്ണമായ ചെലവ് വഹിക്കുന്നതിനും ആ വ്യക്തിയുടെ അടിസ്ഥാനത്തിൽ അവിടെ സിഗ്നൽ സ്ഥാപിച്ചിട്ടുണ്ട്. അതിൻ്റെ പൂർണ്ണമായിട്ടുള്ള ചെലവും അതുപോലെ തന്നെ അതിൻ്റെ ഭാവിയിൽ വരുന്ന വൈദ്യുതി ചാർജ് ഉൾപ്പെടെ ആ സ്വകാര്യ വ്യക്തിയാണ് വഹിക്കുക. അവരതിൻ്റെ പരസ്യ ചാർജിലൂടെ ആ കാര്യങ്ങൾ പൂർണ്ണമായിട്ടും പരിഗണിച്ച് മുന്നോട്ട് പോകും എന്നുള്ളതാണ് നമ്മൾക്ക് കിട്ടിയ വിവരം. ഇതിൻ്റെ ഉദ്ഘാടനം ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ അത് നിർവഹിക്കുന്നതായിരിക്കും. MLAയുടെ ഒഴിവിനനുസരിച്ചുകൊണ്ട് ഇത് പൂർണ്ണമായിട്ടും 3 പഞ്ചായത്തിലെയും ജനപ്രതിനിധികളെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് ഇതിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കും. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. തൃശൂർ വരന്തരപ്പള്ളി തോട്ടുമുഖം ലിഫ്റ്റ് ഇറിഗേഷന്റെ കോൺക്രീറ്റ് കനാൽ തകർന്ന് വെള്ളം പറമ്പുകളിലൂടെ ഒഴുകി. വേപ്പൂർ ഭാഗത്താണ് കനാലിന്റെ കോൺക്രീറ്റ് ഭിത്തി തകർന്നത്. പുലർച്ചെ 4:30 സംഭവം. കുറുമാലി പുഴയിൽ നിന്ന് പമ്പ് ചെയ്യുന്ന വെള്ളം പീച്ചി ഇടതുകര കനാലിലേക്ക് എത്തിക്കുന്ന കോൺക്രീറ്റ് കനാലാണ് തകർന്നത്. കനാലിൻ്റെ ഒരു വശത്തെ ഭിത്തി തകർന്ന് വെള്ളം സ്വകാര്യ വ്യക്തികളുടെ പറമ്പുകളിലൂടെ കുതിച്ചെത്തുകയായിരുന്നു. വേപ്പൂർ കാമ്പുഴ സജീവന്റെ വീട്ടുമുറ്റത്തേക്കും വെള്ളം ശക്തിയായി ഒഴുകിയെത്തി. ടാപ്പിംഗ് ചെയ്തുകൊണ്ടിരുന്ന വരന്തരപ്പള്ളി സ്വദേശി ശാർങ്ങധരനാണ് കനാൽ തകർന്നത് കണ്ടത്. ഇവരുടെ പറമ്പിലൂടെ പോകുന്ന കനാൽ തകർന്ന് വലിയ ശബ്ദത്തോടെ വെള്ളം കുതിച്ചെത്തുന്നത് കണ്ട ശാർങ്ങധരൻ ഓടി മാറുകയായിരുന്നു. ഇറിഗേഷൻ അധികൃതരെ വിവരമറിയിച്ചതോടെയാണ് പമ്പിംഗ് നിർത്തിവെച്ചത്. മുമ്പും ഈ കനാലിൻ്റെ ചില ഭാഗങ്ങൾ തകർന്നിരുന്നു. നിർമ്മാണത്തിലെ അപാകതയാണ് കനാൽ തകരാൻ കാരണമെന്ന് ആക്ഷേപമുണ്ട്. അപ്പോൾ അവരുടെ വീട്ടിലേക്കും കുത്തിയൊഴിച്ച് വെള്ളം വന്ന് വീട് നാശാവുന്ന ഒരവസ്ഥ ഉണ്ടായിട്ടുണ്ട്. എന്തായാലും ഇതിലെ നിർമ്മാണത്തിലുള്ള അപാകതയാണ് ഇതിൻ്റെ പ്രശ്നങ്ങൾ. ഇപ്പോൾ കമ്പില്ലാതെ ഒക്കെയാണ് ഇവിടെ വാർത്തിട്ടത്. അപ്പോൾ അതിൻ്റെ പാർശ്വഭിത്തി സംരക്ഷണമൊക്കെ വേണ്ട രൂപേണ നടക്കാത്ത പ്രശ്നങ്ങളൊക്കെയാണ് ഇതിലെ നിർമ്മാണത്തിലെ അപാകത. ഇത് പരിഹരിച്ചില്ലെങ്കിൽ വീണ്ടും ഇതുപോലെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകും. ഇനിയും ഇതിൻ്റെ ബാലൻസുള്ള ഭാഗം ഇനി ഇടിയാൻ പാകത്തിനാണ് നിൽക്കുന്നത്. അതും ഏത് സമയം വേണമെങ്കിൽ എപ്പോഴും അപകടം ഉണ്ടാകുന്ന അവസ്ഥയാണ്. അപ്പോൾ ഈ ഒരു ചെറിയ മെയിൻ്റനൻസ് മാത്രം നടത്തി ഇത് തീർത്താൽ ഇത് വീണ്ടും അപകടത്തിലേക്ക് എത്തും. ഇത് പൂർണ്ണമായും വീണ്ടും പുനഃസ്ഥാപിക്കേണ്ട ഒരു അവസ്ഥയിലാണ് ഇത് നിൽക്കുന്നത്. അപ്പോൾ ഇത് വീണ്ടും എത്രയും പുനഃസ്ഥാപിച്ച് വെള്ളം ഒഴുക്കും ഇവിടെ നാട്ടുകാർക്ക് പ്രയോജനപ്രദം ആകും വിധം നടത്തണമെന്നാണ് ഞങ്ങളുടെ ആവശ്യം. സ്വകാര്യ വ്യക്തികളുടെ പറമ്പുകളിലൂടെ നിർമ്മിച്ച 3 കിലോമീറ്ററോളം നീളമുള്ള കനാലിൻ്റെ പല ഭാഗങ്ങളും അപകട ഭീഷണിയിലാണ്. ഉയർന്ന ഭാഗങ്ങളിലൂടെ കടന്നുപോകുന്ന കനാൽ തകർന്നാൽ വെള്ളം താഴ്ന്ന പ്രദേശത്തെ വീടുകളിലേക്കും പറമ്പുകളിലേക്കുമാണ് എത്തുന്നത്. തോട്ടുമുഖം പമ്പ് ഹൗസിൽ നിന്ന് പൈപ്പ് മാർഗം കുട്ടൻചിറ കുന്നിലെ ടാങ്കിൽ എത്തിക്കുന്ന വെള്ളം കോൺക്രീറ്റ് കനാലിലൂടെയാണ് ഇടതുകര കനാലിലേക്ക് എത്തുന്നത്. അപകടാവസ്ഥയിലായ കനാൽ പൊളിച്ചു നീക്കി പുനർനിർമ്മിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ന്യൂസ് ബ്യൂറോ, തൃശൂർ. കുന്നംകുളം അക്കിക്കാവ് ഭഗവതി ക്ഷേത്രത്തിൽ മോഷണം. നിലവിളക്കുകൾ കവർന്നു. ഞായറാഴ്ച രാത്രിയാണ് മോഷണം നടന്നതെന്ന് സംശയിക്കുന്നു. ക്ഷേത്രത്തിലെ 3 വലിയ വെങ്കല വിളക്കുകളാണ് മോഷ്ടാക്കൾ കവർന്നത്. ഞായറാഴ്ച രാത്രി 9 മണിക്കും 10 മണിക്കും ഇടയിലാണ് മോഷണം നടന്നതെന്ന് കരുതുന്നു. ക്ഷേത്രത്തിന് മുൻവാതിലിൻ്റെ പൂട്ട് തകർത്താണ് മോഷ്ടാക്കൾ അകത്ത് കടന്നത്. രാവിലെയാണ് മോഷണ വിവരം പുറത്തറിഞ്ഞത്. ക്ഷേത്രം ഭാരവാഹികളായ ഉണ്ണികൃഷ്ണൻ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ കുന്നംകുളം പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. സബ് ഇൻസ്പെക്ടർ CP റോബർട്ടിൻ്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം സ്ഥലത്തെത്തി പ്രാഥമിക പരിശോധനകൾ നടത്തി. പ്രദേശത്തെ CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് അന്വേഷണം പുരോഗമിക്കുകയാണെന്ന് പോലീസ് അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, തൃശൂർ. വാഴാങ്കുറിശി മൂലേക്കാവ് ഭഗവതി ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാ ദിനാഘോഷം ഭക്തി നിർഭരമായി. വിശേഷാൽ പൂജകൾ, സെൻട്രൽ പൂരാഘോഷ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അന്നദാനം എന്നിവ നടന്നു. ഭാരവാഹികളായ രാമൻകുട്ടി നായർ, സന്തോഷ്, റിജീഷ്, പ്രമോദ്, രാജൻ, ബാബു, ദിനേശ്, ഗോപാലൻ, ഗിരീഷ്, രാഹുൽ, റിനീഷ്, ചന്ദ്രശേഖരൻ എന്നിവർ ആഘോഷ പരിപാടികൾക്ക് നേതൃത്വം നൽകി. ഷൊർണൂർ വിവേകാനന്ദ പഠന കേന്ദ്രത്തിൻ്റെയും ജൈവം ഗ്രൂപ്പിൻ്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ വിവേകാനന്ദ ജയന്തി ദിനം ആഘോഷിച്ചു. ഷൊർണൂർ നഗരസഭാ ചെയർപേഴ്സൺ P. നിർമ്മല ഉദ്ഘാടനം ചെയ്തു.
ഷൊർണൂർ വിവേകാനന്ദ പഠന കേന്ദ്രത്തിന്റെയും ജൈവം ഗ്രൂപ്പിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിലാണ് പഠന കേന്ദ്രത്തിൽ വെച്ച് വിവേകാനന്ദ ജയന്തി ദിനം ആഘോഷിച്ചത്. ഷൊർണൂർ മുനിസിപ്പൽ ചെയർപേഴ്സൺ പി നിർമ്മല ഉദ്ഘാടനം ചെയ്തു. കേവലം ഒരു നികൃഷ്ട ജീവിയായി നമ്മൾ കരുതുന്ന പുഴുവിന് പോലും ഒരു ആത്മചൈതന്യമുണ്ട് എന്നുള്ളതാണ് അദ്ദേഹത്തിന് മനസ്സിലായത്. അതുപോലെ തന്നെ നമ്മുടെ ഒരു വിധവയുടെ കണ്ണീർ തുറയ്ക്കുകയോ അല്ലെങ്കിൽ ഒരു അനാഥന് ഭക്ഷണം നൽകാൻ സാധിക്കുകയോ ചെയ്യാത്ത ഒരു ഈശ്വരനിലും ഒരു മതത്തിലും ഞാൻ വിശ്വസിക്കുന്നില്ല എന്നാണ് വിവേകാനന്ദ സ്വാമി പറഞ്ഞിട്ടുള്ളത്. നമുക്ക് അപ്പോൾ നമ്മുടെ ഓരോരുത്തരുടെയും കർമ്മം അല്ലെങ്കിൽ കർത്തവ്യം എന്ന് പറയുന്നത് മറ്റുള്ളവരെ ഏറ്റവും അടിത്തട്ടിലുള്ള പാവങ്ങളെ അല്ലെങ്കിൽ ഇത് അനുഭവിക്കുന്ന കഷ്ടതകൾ അനുഭവിക്കുന്നവരെ സഹായിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഓരോരുത്തരുടെയും ലക്ഷ്യമായി വിവേകാനന്ദ സ്വാമി കണ്ടെത്തി നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ളത്. ജൈവ വിഭാഗത്തിലെ മുതിർന്ന അംഗം ശിവശങ്കറിനെ കൃഷി ഓഫീസർ രാജീവ് പൊന്നാടയണിച്ച് ആദരിച്ചു. എഴുത്തുകാരൻ വേണുഗോപാലിനെ മുനിസിപ്പൽ ചെയർപേഴ്സൺ പി നിർമ്മലയും പൊന്നാടയണിച്ച് ആദരിച്ചു. സംസ്കൃത പണ്ഡിത പ്രഭാവതി ടീച്ചർ, ഗോപാലകൃഷ്ണൻ മാസ്റ്റർ, മണികണ്ഠൻ, സി എൻ ഭവദാസനുണ്ണി തുടങ്ങിയവർ സംസാരിച്ചു. പഠനകേന്ദ്രം ചെയർമാൻ അഡ്വക്കേറ്റ് പ്രഭാശങ്കർ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. ആധ്യാത്മിക പ്രഭാഷകൻ കിഴക്കൂട്ടെ ഗോപാലകൃഷ്ണൻ മാസ്റ്റർ വിവേകാനന്ദനെക്കുറിച്ച് സംസാരിച്ചു. ന്യൂസ് സെന്റർ ഷൊർണൂർ. സ്വാമി വിവേകാനന്ദ ജയന്തിയോടനുബന്ധിച്ച് ഷൊർണൂർ ഗണേശഗിരി വിവേകാനന്ദ സാംസ്കാരിക നിലയത്തിൽ വെച്ച് വിവേകാനന്ദ പ്രഭാഷണവും വാർഷികാഘോഷ പരിപാടികൾക്ക് തുടക്കമിട്ടു. ചടങ്ങിൽ പി സിജു മാസ്റ്റർ മുഖ്യപ്രഭാഷണം നടത്തി. ശിവഭക്തനായിരുന്നു. ശ്രീരാമകൃഷ്ണ പരമഹംസരാണ് അദ്ദേഹത്തിൻ്റെ ഗുരു. അദ്ദേഹം ഗുരുവിനോട് തന്നെ ശിഷ്യൻ ചോദിച്ച ചോദ്യം അങ്ങ് ഈശ്വരനെ കണ്ടിട്ടുണ്ടോ ആണ് ഏറ്റവും കൂടുതൽ മഹത്വം. നമ്മളുടെ കടോപനിഷത്തിലായാലും മാതൃദേവോഭവ, പിതൃദേവോഭവ, ആചാര്യദേവോഭവ, അതിഥിദേവോഭവ എന്ന് പറയുന്ന ആ ദർശനങ്ങൾ ഉൾക്കൊണ്ട് തന്നെ ഗുരുവിനോട് ചോദിച്ചൊരു ചോദ്യമാണത്, അങ്ങ് ഈശ്വരനെ കണ്ടിട്ടുണ്ടോ. യഥാർത്ഥത്തിൽ ഗുരുവിന് പെട്ടെന്ന് മറുപടി പറയാൻ കഴിഞ്ഞില്ല. അദ്ദേഹം ശാന്തനിമഗ്നായിട്ടിരുന്നുകൊണ്ട് പറഞ്ഞു, ഞാൻ നിന്നെ എങ്ങനെ കാണുന്നുവോ അതുപോലെ തന്നെയാണ് ഈശ്വരനെ കാണുന്നത്. അപ്പോൾ യഥാർത്ഥത്തിൽ ഈശ്വര രൂപം. സാംസ്കാരിക നിലയം വൈസ് പ്രസിഡന്റ് എസ് പി മുരളി ഭദ്രദീപം തെളിയിച്ചു. സെക്രട്ടറി ഇ പി നന്ദകുമാർ ആശംസകൾ അറിയിച്ചു. ഭാരവാഹികളായ സിനോഷ്, ഷാജു, രാഹുൽ, സജീഷ്, രാജേഷ് എന്നിവർ പങ്കെടുത്തു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. തൊഴിലാളി വർഗത്തെ ഉന്മൂലനം ചെയ്യാനുള്ള സിദ്ധാന്തമാണ് കേന്ദ്ര സർക്കാരിന്റെ ലേബർ കോഡെന്ന് CITU സംസ്ഥാന വൈസ് പ്രസിഡന്റ് AK ബാലൻ. കേന്ദ്ര സർക്കാരിന്റെ ഭീഷണിക്ക് വഴങ്ങാൻ കേരളത്തിന് മനസ്സിലെന്നും AK ബാലൻ. ലേബർ കോഡിനെതിരെ ഫെബ്രുവരി 12 നടത്തുന്ന ദേശീയ പണിമുടക്കിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച പാലക്കാട് CITU നേതൃത്വത്തിൽ ഹെഡ് പോസ്റ്റ് ഓഫീസ് ഉപരോധം. ഷൊർണൂർ ഖണയത്തെ ക്വാറി പ്രവർത്തനം ജനങ്ങളുടെ ജീവനും സ്വത്തിനും ഭീഷണിയെന്ന് പരാതി. ക്വാറിയിലെ തുടർ സ്ഫോടനം മൂലം വീടുകൾക്ക് വിള്ളൽ. പ്രക്ഷോഭപാതയിൽ പ്രദേശനിവാസികൾ. പാലക്കാട് DCC പ്രസിഡന്റ് A തങ്കപ്പനെതിരെ അധിക്ഷേപ പോസ്റ്റർ പതിച്ച സംഭവത്തിൽ 2 യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ അറസ്റ്റിൽ. അറസ്റ്റിലായത് കണ്ണാടി സ്വദേശികൾ. DCC പ്രസിഡന്റിനെതിരെ പോസ്റ്ററിൽ ഉന്നയിച്ച ആക്ഷേപങ്ങളിൽ ഉറച്ചുനിന്ന് അറസ്റ്റിലായ സുജിത്തും കൃഷ്ണുവും. ഇതോടുകൂടി വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം.